ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സിനുള്ള സർജറി ഇല്ലാതെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ള സ്ത്രീകളിൽ ഒരു 20-40% ഓഫ് ദി സ്ത്രീകളിലും കാണാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ. ഇത്തരം രോഗികൾ മിക്കവാറും ആശുപത്രിയിൽ വരുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവം, അടിവയർ വേദന, അടിവയറിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നുക, അതല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനത്തെ ലക്ഷണങ്ങളുമായിട്ടാണ് യൂഷ്വലി പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഇത്തരം രോഗികളെ തുടക്കത്തിൽ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടും പിന്നീട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ മയോമെക്ടമി തുടങ്ങിയ സർജറീസ് യൂസ് ചെയ്തിട്ടുമാണ് നമ്മുടെ ഡോക്ടേഴ്സ് മുൻകാലങ്ങളിൽ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. താരതമ്യേന പുതിയ ഒരു ചികിത്സയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞത് സർജറി ഇല്ലാതെ യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രീതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതുവഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി ചെറിയ ട്യൂബുകൾ കടത്തി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകളെ ചുരുക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് കമ്പയർഡ് ടു സർജറി ഓർ അതർ ട്രീറ്റ്മെൻറ്റ്സ്. അതെന്താണെന്നുള്ളതാണ്. ഫസ്റ്റ്, ഇതൊരു നോൺ സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. പിന്നെ ഒരു വലിയ ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് ആവശ്യം വരുന്നില്ല. റിലേറ്റീവ്ലി ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് ബോഡിയിൽ ഒരു വലിയൊരു മുറിവൊന്നും ഉണ്ടാവുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ പേഷ്യൻസിനൊരു കൺവീനിയൻസും കംഫർട്ടും ഈ പ്രൊസീജിയറിൽ വളരെ കൂടുതലായിരിക്കും. പിന്നെ നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലേക്കും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനും യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷനിൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുക.